Hello everyone. Section 4.1 congruences ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് കേട്ടോ ടവേഴ്സ് ഓഫ് പവേഴ്സ് മോഡുലോ എം. പവേഴ്സ് മോഡുലോ എമ്മിനെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എ കോൺഗ്രുവൻറ്റ് ബി മോഡ് എം ആണെങ്കിൽ എ റേസ് ടു എൻ കോൺഗ്രുവൻറ്റ് ബി റേസ് ടു എൻ മോഡ് എം എന്നുള്ള പോലെ നമുക്ക് എഴുതാൻ പറ്റുന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി ടവേഴ്സ് ഓഫ് പവേഴ്സ് വന്നു കഴിഞ്ഞാലും ഇങ്ങനത്തെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ലാസ്റ്റ് ഡിജിറ്റും അതേപോലെ റിമൈൻഡറും ഒക്കെ കാണാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ. അത്തരത്തിലുള്ള പ്രോബ്ലംസാണ് നമ്മളിവിടെ ഹാൻഡിൽ ചെയ്യണത്. ഇപ്പോൾ ടവേഴ്സ് ഓഫ് പവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവറിൻ്റെ ടവർ നമ്മൾ ഫോം ചെയ്യാണ്. ഇപ്പം ഈ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കി 1997 റേസ് ടു 1998 റേസ് ടു 1999 ഇങ്ങനെ മേലോട്ട് പവേഴ്സിൻ്റെ ഒരു ടവർ ഫോം ചെയ്താലും ഈ ഒരു കോൺഗ്രുവൻസി റൂൾ യൂസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ കഴിയും. സോ അത്തരത്തിലുള്ള പ്രോബ്ലംസ് കുറിച്ച് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിലെ ഫസ്റ്റ് പ്രോബ്ലം എക്സാമ്പിൾ 4.12 ഫൈൻഡ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഇൻ ദ ഡെസിമൽ വാല്യൂ ഓഫ് 1997 റേസ് ടു 1998 റേസ് ടു 1999. അപ്പോൾ നമുക്ക് ഒരു പവർ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഏത് റൂൾ യൂസ് ചെയ്യായിരുന്നു? എ കോൺഗ്രുവൻറ്റ് ബി മോഡ് എം ആണെങ്കിൽ എ റേസ് ടു എൻ കോൺഗ്രുവൻറ്റ് ബി റേസ് ടു എൻ മോഡ് എം നമുക്ക് യൂസ് ചെയ്യായിരുന്നു അല്ലേ. അപ്പോൾ അതിന് നമുക്ക് നമ്മൾ എടുക്കാറ് ഈ 1997 ഈ ബേസ് വാല്യൂ എന്നാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അതെന്തിനോടാണ് കോൺഗ്രുവൻ്റ് ആവുക എന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇവിടെ നമ്മളോട് ലാസ്റ്റ് ഡിജിറ്റ് ഇൻ ദ ഡെസിമൽ വാല്യൂ ഓഫ് ദിസ് നമ്പർ എന്നുള്ള പോലെയാണ് ചോദിച്ചിട്ടുള്ളത്. ലാസ്റ്റ് ഡിജിറ്റ് കാണാൻ, അതായത് യൂണിറ്റ് പ്ലേസിലുള്ള ഡിജിറ്റ് കാണാൻ നമ്മൾ ഇതിന് മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു മോഡുലോ 10. ഏത് നമ്പറിനെയും മോഡുലോ 10 ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിവൈഡ് ബൈ 10 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എപ്പോഴും ആ നമ്പറിൻ്റെ യൂണിറ്റ് പ്ലേസിലുള്ള ഡിജിറ്റ് ആയിരിക്കും എന്നുള്ളത് നമ്മൾ ഓൾറെഡി മുമ്പൊരു പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത്തരത്തിൽ ആ ഒരു മോഡുലോ 10 തന്നെയായിരിക്കും നമ്മൾ ഈ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യുന്നത് നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ 1997 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിന് മോഡുലോ 10 എന്താ വരിക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അത് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ 1997 എന്ന് പറഞ്ഞ ഇൻറ്റിജറിൽ മോഡുലോ 10 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക അതിൻ്റെ യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റാണ് അല്ലേ. ഇപ്പോൾ 1997 യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 7 നമുക്കറിയാം. ഇല്ലെങ്കിൽ ബൈ 10 ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ എന്താ വരിക എന്നുള്ളത് ചെക്ക് ചെയ്താലും മതി. സോ നമുക്ക് കിട്ടുക 1997 ഇസ് കോൺഗ്രുവൻറ്റ് ടു 7 മോഡ് 10 എന്നുള്ള പോലെ നമുക്ക് എഴുതാൻ പറ്റും. ഇനി 7ൻ്റെ പവേഴ്സ് ചെക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ കാരണം ഇനി 1997 റേസ് ടു 1998 റേസ് ടു 1999 വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് കോൺഗ്രുവൻറ്റ് ടു 7 റേസ് ടു 1998 റേസ് ടു 1999 മോഡ് 10 എന്നുള്ള പോലെ നമുക്ക് എഴുതാൻ പറ്റും. ടേക്കിംഗ് 1998 റേസ് ടു 1999 ആസ് n നമുക്ക് ആ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം അല്ലേ. കാരണം 1997 റേസ് ടു എൻ കോൺഗ്രുവൻറ്റ് ടു 7 റേസ് ടു എൻ മോഡ് 10 എന്നുള്ള പോലെ നമുക്ക് എഴുതാൻ പറ്റും. സോ ഇതിൻ്റെ പവേഴ്സ് എപ്പോഴും നമുക്ക് പവർ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റുമില്ലേ. അപ്പോൾ നമ്മൾ 7ൻ്റെ പവേഴ്സിനെ ഇവിടെ ചെക്ക് ചെയ്യാണ്. 7 റേസ് ടു എ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പോസിബിലിറ്റീസ് ആണ് ആ എക്കുള്ളത്, ഏതൊക്കെ വാല്യൂസിനോടാണ് ഇത് കോൺഗ്രുവൻ്റ് ആകുക എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാണ്. സോ 7ൻ്റെ പവേഴ്സ് ചെക്ക് ചെയ്യാണ് കേട്ടോ. 7 റേസ് ടു 1 നമുക്കറിയാം ഇസ് കോൺഗ്രുവൻറ്റ് ടു 7 മോഡ് 10 വരും. 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49 ആണ്. 49ൻ്റെ യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റ് 9 ആണ്. സോ ഇറ്റ് ഇസ് കോൺഗ്രുവൻറ്റ് ടു 9 മോഡ് 10 എന്ന് കിട്ടും. അതേപോലെ 7 ക്യൂബ് 7 റേസ് ടു 4 7 റേസ് ടു 5 ഒക്കെ ചെക്ക് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഈ പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. അതായത് 7 റേസ് ടു 1 ഇസ് കോൺഗ്രുവൻറ്റ് ടു 7 മോഡ് 10, പിന്നെ 7 റേസ് ടു 5 7 മോഡ് 10നോട് കോൺഗ്രുവൻ്റ് ആവും. ഇനി 7 റേസ് ടു 6 നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കോൺഗ്രുവൻറ്റ് ടു 9 മോഡ് 10 ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഓർഡറിൽ റിപ്പീറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുകയായിരിക്കും. ഓക്കെ, അപ്പോൾ ആ റെപ്പറ്റീഷനെ നമ്മൾ ഒരൊറ്റ ഫോമിലയാക്കി കൺവേർട്ട് ചെയ്യാണ്. ഈ പവർ 1 5 ഒക്കെ ആകുമ്പം കോൺഗ്രുവൻറ്റ് ടു 7 മോഡ് 10 എന്നുള്ള പോലെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പവർ 1 എന്ന് പറയുന്നതിന് നമ്മളിപ്പം മോഡുലോ 4 ഇപ്പോൾ 1 2 3 4 കഴിഞ്ഞിട്ട് പിന്നെ അത് റിപ്പീറ്റ് ആവണം. പവേഴ്സ് 1 2 3 4 ആകുമ്പോൾ നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് എവിടെ കിട്ടുന്നത്. അത് കഴിഞ്ഞ് 5 തൊട്ടാണ് ഈ വാല്യൂസ് റിപ്പീറ്റ് ആവുന്നത്. അപ്പോൾ മോഡുലോ 4 നമുക്ക് ആക്ച്വലി ഈ വാല്യൂസ് എഴുതാം. ഇപ്പോൾ ഈ 1ന് പകരം നമുക്ക് 4n + 1 എന്നുള്ള പോലെ നമുക്ക് വാല്യൂ എഴുതാൻ കഴിയും. വേറെ n 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും. n 1 കൊടുത്തു കഴിഞ്ഞാൽ 4 + 1 5 എന്ന് കിട്ടും. അതായത് 7 റേസ് ടു 1 7 റേസ് ടു 5 നമുക്ക് 7 മോഡ് 10 അല്ലേ വരുന്നത്. അപ്പോൾ ആ വാല്യൂസ് എഴുതാൻ നമുക്ക് 4n + 1 എന്നുള്ള വാല്യൂ കൺസിഡർ ചെയ്യാം. 4n + 1 ആണ് ഈ പവർ എങ്കിൽ, അതായത് a is equal to 7 റേസ് ടു എനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. a എന്ന് പറയുന്നത് 4n + 1 എന്നുള്ള പോലെയാണെങ്കിൽ 7 റേസ് ടു a is കോൺഗ്രുവൻറ്റ് ടു 7 മോഡ് 10 എന്നുള്ള കണ്ടീഷൻ നമുക്ക് പറയാൻ പറ്റും.
അപ്പോൾ ഈ 7a കുറിച്ചാട്ടോ പറയുന്നത്. അപ്പോൾ a എന്ന് പറയുന്നത് 4n+1 ഫോമിലാണെങ്കിൽ 7a എന്ന് പറയുന്നത് കോൺഗ്രുവൻറ്റ് ടു 7 mod 10 എന്ന് കിട്ടും. അപ്പോൾ a = 4n+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടി കോൺഗ്രുവൻസിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, a is congruent to 1 mod 4 എന്നുള്ള പോലെ പറയാം അല്ലേ. കാരണം a-1 is equal to 4n എന്നുള്ള പോലെ നമുക്ക് കിട്ടും. അതായത് 4 divides a-1. സോ a is congruent to 1 mod 4 എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ a congruent to 1 mod 4 ആകുമ്പോൾ 7a congruent to 7 mod 10 എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. ഇനി അതേപോലെ 2ൻ്റെ കേസസ്, പവർ 2 വന്നു കഴിഞ്ഞാൽ ഇനി ഇവിടെ 7⁶ വരുമ്പോഴാണ് വീണ്ടും 9നോട് കോൺഗ്രുവൻ്റ് ആവുക. അപ്പോൾ പവർ 2, 6 അങ്ങനത്തെ വാല്യൂസൊക്കെ വരികയാണ്, +4 ചെയ്ത് പോയാൽ മതി. 2, 6, 10 വാല്യൂസൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കോൺഗ്രുവൻ്റ് ടു 9 mod 10 ആയിരിക്കും. സോ അതിനെ ജനറലായിട്ട് നമ്മൾ എഴുതുന്നത് പവർ a എന്ന് പറയുന്നത് ഈ 7a എന്ന് പറയുന്നത് 4n+2 ആവുന്ന കേസിൽ നിന്ന് എടുക്കാം. n 0 ആകുമ്പോൾ പവർ 2 ആണ്, n 1 ആകുമ്പോൾ പവർ 6 വരും, n 3 ആകുമ്പോൾ അങ്ങനെ വാല്യൂസ് മാറ്റി കൊടുക്കുമ്പം നിങ്ങൾക്ക് ഈ പവേഴ്സ് ഓരോന്നും കിട്ടും. അപ്പോൾ 4n+2 ഫോമിലാണ് a എങ്കിൽ ഇറ്റ് വിൽ ബി 7a വിൽ ബി കോൺഗ്രുവൻറ്റ് ടു 9 mod 10 എന്നുള്ള പോലെ പറയാം. ആൻഡ് 4n+2 ഫോമിലുള്ള a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് a കോൺഗ്രുവൻറ്റ് ടു 2 mod 4 എന്നുള്ള പോലെ പറയാൻ പറ്റും അല്ലേ. അപ്പോൾ a കോൺഗ്രുവൻറ്റ് ടു 2 mod 4, പവർ എന്ന് പറയുന്നത് കോൺഗ്രുവൻറ്റ് ടു 2 mod 4 ആണെങ്കിൽ നമുക്ക് 7a കോൺഗ്രുവൻറ്റ് ടു 9 mod 10 എന്ന് പറയാം. ഇങ്ങനെ ഈ ഒരു പാറ്റേൺ നമ്മൾ ഫോം ചെയ്യാണ്. അതേപോലെ അടുത്തത് 4n+3 ഫോമിലാണെങ്കിൽ, അതായത് a കോൺഗ്രുവൻറ്റ് ടു 3 mod 4 ആണെന്നുണ്ടെങ്കിൽ 3 mod 10നോടായിരിക്കും കോൺഗ്രുവൻറ്റ് ആവുക. അതേപോലെ തന്നെ 4ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ, ഇപ്പോൾ 7⁴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 mod 10നോടാണ് കോൺഗ്രുവൻറ്റ് ആവണം. 4ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 4n എന്നുള്ള ഫോമിലായിരിക്കും ആ വാല്യൂസ് ഉണ്ടാവുക. സോ a is equal to 4n ആകുമ്പം a കോൺഗ്രുവൻറ്റ് ടു 0 mod 4 എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. ആൻഡ് 7a എന്ന് പറയുന്നത് 1 mod 10നോട് കോൺഗ്രുവൻറ്റ് ആവും. സോ വാല്യൂസ് റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇത്തരത്തിലൊരു ഫോമാറ്റ് ഇവിടെ ഫോം ചെയ്യാൻ കഴിയും 7ൻ്റെ പവേഴ്സിനെ കുറിച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ 7ൻ്റെ പവർ നമുക്ക് ഇവിടെ വേണ്ടത് ആക്ച്വലി ഇപ്പോൾ 1997 കോൺഗ്രുവൻറ്റ് ടു 7 mod 10 എന്ന് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ 7ൻ്റെ പവേഴ്സ് ചെക്ക് ചെയ്തത്. നമുക്ക് വേണ്ടത് 1997 raised to 1998 raised to 1999 ആണ് വേണ്ടത്. അപ്പോൾ 7ൻ്റെ പവറായിട്ട് നമുക്കിവിടെ വേണ്ടത് 1998 raised to 1999 എന്നുള്ളതാണ്. സോ അതിൻ്റെ വാല്യൂ മോഡുലോ 4ൽ എന്താ വരിക എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം അല്ലേ. ആ വാല്യൂ ഇപ്പോൾ 7 raised to a എന്ന് പറയണത്, ഈ a എന്ന് പറയണത് ഇവിടെ 1998 raised to 1999 എന്നുള്ള വാല്യൂ ആണ്. അപ്പോൾ ആ വാല്യൂ, അപ്പോൾ ആ a എന്ന് പറഞ്ഞ വാല്യൂ കോൺഗ്രുവൻറ്റ് ടു 0 ആണോ 1 ആണോ 2 ആണോ 3 ആണോ മോഡുലോ 4ൽ വരിക എന്നുള്ളത് ചെക്ക് ചെയ്താൽ അതിനനുസരിച്ച് ഈ 7a എന്തിനോട് കോൺഗ്രുവൻറ്റ് ആവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 1998 മോഡുലോ 4ൽ എന്താ വരിക എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പോൾ 1998 മോഡുലോ 4ൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ഇറ്റ് ഇസ് കോൺഗ്രുവൻറ്റ് ടു 2 mod 4 എന്ന്. അങ്ങനെയാണെങ്കിൽ 1998 raised to n, അപ്പോൾ a കോൺഗ്രുവൻറ്റ് ടു b mod m ആണെന്നുണ്ടെങ്കിൽ a raised to n കോൺഗ്രുവൻറ്റ് ടു b raised to n mod m എന്നുള്ള പ്രോപ്പർട്ടി നമ്മൾ അപ്ലൈ ആണ്. സോ 1998 raised to n ഇസ് കോൺഗ്രുവൻറ്റ് ടു 2 raised to n mod 4 എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. ഇനി 2 raised to n mod 4നെ കുറിച്ച് നമുക്ക് എന്തൊക്കെയാണ് പറയാൻ പറ്റുക? ഈ 2 raised to n mod 4 എന്ന് പറഞ്ഞാൽ 2 raised to 0 പറഞ്ഞാൽ 1 വരും, 2 raised to 1 എന്ന് പറഞ്ഞാൽ 2 mod 4 വരും. ഇനി 2 സ്ക്വയർ ഞാൻ എടുത്തു കഴിഞ്ഞാൽ അത് 4 ആണ് അല്ലേ. അപ്പോൾ 4 mod 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 0 അല്ലേ. 4നെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ 0 ആ കിട്ടുക. ഇനി 2³ എടുത്തു കഴിഞ്ഞാലും അത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ. അപ്പോൾ 2ൻ്റെ 2 സ്ക്വയറിന് അപ്പുറത്തേക്കുള്ള ഏത് പവർ എടുത്തു കഴിഞ്ഞാലും അതെല്ലാം 4ൻ്റെ മൾട്ടിപ്പിളാണ് നമുക്ക് പറയാം. 4ൻ്റെ മൾട്ടിപ്പിൾ മോഡുലോ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായാലും 0 ആയിരിക്കും. കാരണം 4ൻ്റെ മൾട്ടിപ്പിളിനെ നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ എന്തായാലും 0 കിട്ടുള്ളൂ. അപ്പോൾ ഈ 2 raised to n mod 4 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ n 0ഉം 1ഉം ആകുമ്പോൾ മാത്രമേ 0 അല്ലാത്തൊരു വാല്യൂ നമുക്ക് കിട്ടുള്ളൂ, നോൺ 0 വാല്യൂ കിട്ടുന്നുള്ളൂ. n > or = 2ലൊക്കെ അത് 4ൻ്റെ മൾട്ടിപ്പിളാണ് വരിക. സോ റിമൈൻഡർ എന്തായാലും 0 വരുള്ളൂ. സോ n > or = 2 ആണെന്നുണ്ടെങ്കിൽ 2 raised to n mod 4 എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇവിടെ n-ൻ്റെ കേസ് നമുക്ക് എന്താ, നമുക്ക് 1998 raised to n കോൺഗ്രുവൻറ്റ് ടു 2 raised to n mod 4 ഉണ്ട്. ആൻഡ് ഈ n > or = 2 ആകുമ്പം ഇത് 0 mod 4നോട് ഈക്വൽ ആവുമെന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട n-ൻ്റെ വാല്യൂ ഏതായിരുന്നു? 1999 ആയിരുന്നു അല്ലേ. 1999 ക്ലിയർ ആയിട്ട് > or = 2 ആയിട്ടുള്ളൊരു വാല്യൂ ആണ്. സോ അതെന്തായാലും കോൺഗ്രുവൻറ്റ് ടു 0 mod 4 ആയിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. 1990
1998 raised to n congruent to 0 mod 4 if n greater than or equal to 2. Thus 1999 എന്ന് പറയുന്നത് greater than or equal to 2 ആണ്. സോ ഈ ഒരു വാല്യൂ congruent to 0 mod 4 ആണ് നമുക്ക് കിട്ടും. ആൻഡ് ഈ 1998 raised to 1999 എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ എ അല്ലേ. 7 raised to ഈ വാല്യൂ ആയിരുന്നു നമുക്ക് ചെക്ക് ചെയ്യാനുണ്ടായിരുന്നത്. ആൻഡ് എ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഇവിടെ congruent to 0 mod 4 എന്ന് കിട്ടി. അതായത് നമ്മുടെ പവർ ഇപ്പോൾ 0 mod 4നോടാണ് congruent ആയത്. അങ്ങനെയാണെങ്കിൽ 7 raised to a എന്ന് പറയുന്നത് congruent to 1 mod 10 എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ 7 raised to a എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ആയിരുന്നു. 7 raised to 1998 raised to 1999 is congruent to actually 1997 raised to 1998 raised to 1999 എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ വാല്യൂ n എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ 1997 raised to 1998 raised to 1999 എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ആ വാല്യൂ ഇസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 10 എന്നുള്ളത് നമ്മൾ ഈ പ്രോപ്പർട്ടീസിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്നുള്ള പോലെ നമുക്ക് കിട്ടും. അപ്പം അത് കോൺഗ്രുവൻറ്റ് ടു 1 mod 10 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഈ ഒരു നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റ് എന്ന് പറയുന്നത് 1 ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ. സോ ആ പ്രോബ്ലം അങ്ങനെയാണ് നമ്മൾ ചെയ്യാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ 4.13. Show that 11 into 14 raised to n plus 1 is a composite number. ഇതൊരു കോമ്പോസിറ്റ് നമ്പർ ആണ്. നമ്മൾ എങ്ങനെയാണ് കാണിക്കാം, അതിനേതെങ്കിലും ഒരു പ്രൈം ഫാക്ടറൈസേഷൻ, ഒരു പ്രൈം അതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള പോലെ നമുക്ക് കാണിച്ചാൽ മതി അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണിക്കാനുള്ളത്. സോ ലെറ്റ് n is equal to 11 into 14 raised to n plus 1 എന്നെടുത്തു. We shall show that p divides n for some prime p. അപ്പോൾ n ഈവൻ ആണ് n ഓഡ് ആണ് എന്നുള്ള രണ്ട് കേസ് എടുത്തിട്ട്, ഈ 14 raised to n എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തിട്ടില്ലേ, ആ n ഈവനും ഓഡും ആവുന്ന കേസിൽ രണ്ട് കേസസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ രണ്ട് കേസസിലും ഏതെങ്കിലും ഒരു പ്രൈം നമ്പർ അതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണിക്കാനുള്ളത്. സോ ഫസ്റ്റ് നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രൈം 3 ആണ്, സെക്കൻഡ് നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രൈം 5 ആണ്. ഈ രണ്ട് കേസസിൽ തന്നെ നമുക്കത് പ്രൂവ് ചെയ്യാൻ കഴിയും. സപ്പോസ് n ഈവൻ ആണ് എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ 14, ഇവിടെ 14 raised to n-ൻ്റെ കാര്യമല്ലേ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ 14 കോൺഗ്രുവൻറ്റ് ടു വാട്ട് മോഡ് 3 എന്നുള്ള പോലെ നമ്മൾ ചെക്ക് ചെയ്യും. സോ 14 ഇസ് കോൺഗ്രുവൻറ്റ് ടു -1 mod 3 എന്നുള്ള പോലെ നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ 14 raised to n ഇസ് കോൺഗ്രുവൻറ്റ് ടു -1 raised to n mod 3 എന്ന് പറഞ്ഞൂടെ, ബൈ ദാറ്റ് പ്രോപ്പർട്ടി അല്ലേ. അപ്പോൾ -1 raised to n-നെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും, n ഈവൻ ആണെങ്കിൽ -1 raised to n എന്ന് പറയുന്നത് 1 ആയിരിക്കും നമുക്കറിയാം അല്ലേ. സോ ഇത് 14 raised to n കോൺഗ്രുവൻറ്റ് ടു 1 mod 3 എന്നുള്ള പോലെ പറയാൻ പറ്റും. 14 raised to n കോൺഗ്രുവൻറ്റ് ടു 1 mod 3 ആണെന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും. ഇനി n-നെ കുറിച്ച് പറയുകയാണ് കേട്ടോ. ഇനി n-ന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. n is equal to 11 into 14 raised to n plus 1 എന്നെടുത്തു. ഇതിൽ 11 എന്ന് പറയുന്നത് mod 3-ൽ 2 ആണ് നമുക്ക് കിട്ടുക എന്നുള്ളത് നമുക്കറിയാം. കാരണം 11-നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 2 ആണ്. സോ അത് വെച്ച് റീപ്ലേസ് ചെയ്തു. ആൻഡ് 14 raised to n-നെ മോഡിലോ 3-ൽ നമുക്ക് കിട്ടിയത് 1 ആയിരുന്നു. സോ 14 raised to n-നെ 1 വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. പ്ലസ് 1-ന് ചേഞ്ച് ഒന്നുമില്ല, അതങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് 2 into 1 plus 1 എന്ന് വരും. 2 into 1 plus 1 എന്ന് പറഞ്ഞാൽ 3 വരും. 3 mod 3 എന്നുള്ള പോലെ നമുക്ക് കിട്ടുക. 3 mod 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 3-നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ അതെന്തായാലും 0 ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും അല്ലേ. സോ നമുക്കിവിടെ n is congruent to 0 mod 3 എന്നുള്ള പോലെയാണ് നമുക്ക് കിട്ടുക. n congruent to 0 mod 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n is a multiple of 3 എന്നുള്ള പോലെ പറയാൻ പറ്റും. അതായത് 3 divides n എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഒരു പ്രൈം നമ്പർ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ n ഓഡ് ആണ് എന്ന് നമ്മൾ എടുത്തു. n ഓഡ് ആണ് എന്നുള്ള കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, 14 ഇതേപോലെ 14 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. മോഡിലോ 5 ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. 14 കോൺഗ്രുവൻറ്റ് ടു -1 mod 5 എന്ന് നമ്മൾ എടുത്തു. ഇനി 14 raised to n എടുത്തു കഴിഞ്ഞാൽ -1 raised to n mod 5 എന്നുള്ള പോലെ കിട്ടും. n ഓഡ് ആയതുകൊണ്ട് -1 raised to n എന്ന് പറഞ്ഞാൽ -1 തന്നെ വരും. സോ 14 raised to n കോൺഗ്രുവൻറ്റ് ടു -1 mod 5 എന്നുള്ള പോലെ എടുക്കും. എന്നിട്ട് നേരത്തെ പോലെ n എന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. 11-ന് mod 5 ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടുക. കാരണം 11-നെ 5 വെച്ച് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ നമുക്ക് 1 ആയിരുന്നു. ആൻഡ് 14 raised to n mod 5 എന്ന് പറയുന്നത് -1 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതിനെ റീപ്ലേസ് ചെയ്തു -1 ആയിട്ട്. +1 കൂടി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് -1 + 1 എന്നാണ് നമുക്ക് കിട്ടുക. സോ ഇറ്റ് ഇസ് ഡയറക്ട്ലി കോൺഗ്രുവൻറ്റ് ടു 0 mod 5 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ n കോൺഗ്രുവൻറ്റ് ടു 0 mod 5 ആണെങ്കിൽ ആസ് എബവ് 5 divides n എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ രണ്ട് കേസസിലും n കോമ്പോസിറ്റ് നമ്പറാണ് നമുക്ക് കിട്ടണേ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, example 4.14. Find the remainder when
n square plus n plus 41 whole square is divided by 12. അപ്പോൾ റിമൈൻഡർ കാണാനാണ് പറഞ്ഞിട്ടുള്ളത് വെൻ ഡിവൈഡ് ബൈ 12. അതായത് ഈ ഒരു വാല്യൂ മോഡിലോ 12 എന്താ വരിക എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്താൽ മതി അല്ലേ. ഇസ് കോൺഗ്രുവൻറ്റ് ടു വാട്ട് മോഡിലോ 12 എന്നുള്ളത് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. n സ്ക്വയർ പ്ലസ് n പ്ലസ് 41 ഹോൾ സ്ക്വയർ നമ്മൾ എടുത്തു. അതിൽ 41 എന്നുള്ള വാല്യൂവിനെ നമുക്ക് ആക്ച്വലി ചേഞ്ച് ചെയ്യാം. 41 മോഡിലോ 12 എന്താ വരുന്നത് വെച്ചാൽ അത് വെച്ചിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരുപാട് പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഒരു ചേഞ്ച് പോസിബിൾ ആണ്. 41 മോഡിലോ 12, 41 ഡിവൈഡ് ബൈ 12 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 5 ആണ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ അതിനെ റീപ്ലേസ് ചെയ്തു. സോ n സ്ക്വയർ പ്ലസ് n പ്ലസ് 5 ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഇത് നമുക്ക് കിട്ടി. ഇനി ഈ ഒരു ഹോൾ സ്ക്വയർ ടേമിന് a പ്ലസ് ബി ഹോൾ സ്ക്വയർ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണ്. a പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ ഉണ്ട്. എക്സ്പാൻഷൻ ചെയ്തിട്ട് അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഇത്തരത്തിലാണ് വാല്യൂ കിട്ടുക. n റേസ് ടു 4 പ്ലസ് 2 n ക്യൂബ് പ്ലസ് 11 n സ്ക്വയർ പ്ലസ് 10 n പ്ലസ് 25 മോഡ് 12 എന്നുള്ള പോലെ നമുക്ക് കിട്ടും. ഇനി ഇതിൽ ഓരോ വാല്യൂസും ഇതിലിപ്പോൾ നമുക്ക് 12-നേക്കാളും വലിയ വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ റീപ്ലേസ് ചെയ്യാം. ആൻഡ് 12-നോട് അടുത്തുള്ള വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് നെഗറ്റീവ് വാല്യൂ വെച്ചിട്ടൊക്കെ റീപ്ലേസ് ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പോൾ 2-നെ നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ 11 എന്ന് പറയുന്നത് 12-ൻ്റെ തൊട്ട് താഴെയുള്ളതാണ്. അപ്പോൾ 11-നെ നമുക്ക് റീപ്ലേസ് ചെയ്ത് -1 കൊടുക്കാൻ പറ്റും. നമ്മൾ ആ ഒരു കേസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. 11 മൈനസ് 12-നോട് 11 മോഡിലോ 12 എന്തായാലും കോൺഗ്രുവൻ്റ് ആയിരിക്കും എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ 11 മൈനസ് 12 ചെയ്യുമ്പോൾ നമുക്ക് 11-നെ റീപ്ലേസ് ചെയ്ത് -1 കൊടുക്കാം. അതേപോലെ 10-നെ റീപ്ലേസ് ചെയ്ത് -2 കൊടുക്കാം. 25-നെ റീപ്ലേസ് ചെയ്താൽ 25 ഡിവൈഡ് ബൈ 12 ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ കിട്ടുക 1 ആണ്. സോ അതിനെ റീപ്ലേസ് ചെയ്ത് 1 കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇത്രയും വാല്യൂസിനെ ക്ലബ് ചെയ്യാണ്. അതിലൊക്കെ n കോമൺ ഉണ്ട്. സോ ഒരു n-നെ ഞാൻ പുറത്തെടുക്കുകയാണ്. ഒരു n-നെ പുറത്തെടുത്താൽ ബാക്കി വരിക n ഇൻറ്റു n ക്യൂബ് പ്ലസ് 2n സ്ക്വയർ മൈനസ് n മൈനസ് 2 പ്ലസ് 1 എന്നുള്ള പോലെ കിട്ടും. ഇനി ഈ ഒരു വാല്യൂവിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുകയാണ്. ആ ഒരു പോളിനോമിയലിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് രണ്ട് ടേമിൽ n സ്ക്വയർ കോമൺ ഉണ്ട്. അപ്പോൾ n സ്ക്വയറിനെ പുറത്തെടുത്തു. n സ്ക്വയർ ഇൻറ്റു n പ്ലസ് 2 എന്നുള്ള പോലെ വരും. ഇവിടെയും n പ്ലസ് 2 കോമൺ എടുക്കാൻ കഴിയും. -1 പുറത്തെടുത്താൽ അല്ലേ. സോ -1 മൈനസ് ഓഫ് n പ്ലസ് 2 എന്നുള്ള പോലെ നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഈ രണ്ട് ടേമിൽ നിന്നും n പ്ലസ് 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? n ഇൻറ്റു n പ്ലസ് 2 ഇൻറ്റു n സ്ക്വയർ -1 എന്നുള്ള പോലെ നമുക്ക് കിട്ടും. ആൻഡ് n സ്ക്വയർ -1 is of the form a square minus b square അല്ലേ. a square minus b square നമുക്ക് എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? a plus b ഇൻറ്റു a മൈനസ് ബി എന്ന് എഴുതാം. അതായത് n സ്ക്വയർ -1-നെ n പ്ലസ് 1 ഇൻറ്റു n മൈനസ് 1 എന്ന് പറഞ്ഞ് നമുക്ക് റീപ്ലേസ് ചെയ്യാം. സോ ഈ ഒരു ഹോൾ ടേമിന് നമുക്ക് ആക്ച്വലി കിട്ടുക n മൈനസ് 1 ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 2 എന്നുള്ള പോലെ കിട്ടും. ഇപ്പോൾ ഇതൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താ? ഇത് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഇൻറ്റിജേഴ്സ് ആണ് അല്ലേ. n എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ആണ്. അപ്പോൾ n മൈനസ് 1 ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 2 എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള 4 ഇൻറ്റിജേഴ്സിൻ്റെ കളക്ഷൻ ആണുള്ളത്. ആൻഡ് നിങ്ങൾ ഓൾറെഡി സ്കൂൾ ലെവലിൽ തന്നെ ഒരുപാട് പ്രൂവ് ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ടാവും. PMI-ലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. 4 കോൺസിക്യൂട്ടീവ് ഇൻറ്റിജേഴ്സിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഡിവിസിബിൾ ബൈ 12 ആയിരിക്കും എന്നുള്ളൊരു എന്താ പറയുക ബേസിക് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ട്. അപ്പോൾ ആ റിസൾട്ട് യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ എന്ത് പറയാം? അതാണ് ഇവിടെ തുടക്കത്തിൽ ഇവർ കൊടുത്തിട്ടുള്ളത്. നോട്ടീസ് ദാറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് 4 കോൺസിക്യൂട്ടീവ് ഇൻറ്റിജേഴ്സ് ഇസ് ഡിവിസിബിൾ ബൈ 12. അതായത് ഇങ്ങനെ ഒരു വാല്യൂ എടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും ഡിവിസിബിൾ ബൈ 12 ആയിരിക്കും. ഡിവിസിബിൾ ബൈ 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺഗ്രുവൻസിൻ്റെ ടേംസിൽ പറയുമ്പോൾ ഇസ് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് 12 എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയും വാല്യൂ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് 12 എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഈ ടേം ഇവിടെ പോയി. കാരണം മോഡിലോ 12 നമ്മൾ ചെക്ക് ചെയ്യണത്. ബാക്കി ഉണ്ടാവുക എന്ത് മാത്രമാണ്? 1 മോഡ് 12 മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. സോ നമുക്ക് എന്ത് പറയാം? ഈ ഒരു വാല്യൂ 12 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 1 ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. FI എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന വാല്യൂ ആണ്. FI ഈസ് ഡിവിസിബിൾ ബൈ 641. ഇത്തരത്തിലുള്ളൊരു പ്രോബ്ലം നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ പ്രോബ്ലം നമ്മൾ വേറെ തരത്തിൽ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിന് കോൺഗ്രുവൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രൂവ് ചെയ്യാണ് കേട്ടോ. സോ FI ഈസ് ഈക്വൽ ടു 2⁵2⁵5 പ്ലസ് 1. അത് ഡിവിസിബിൾ ബൈ 641 എന്നാണ് നമ്മൾ കാണിക്കാൻ പോണത്. അപ്പോൾ ഈ 641 എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 641 ആക്ച്വലി 640 പ്ലസ് 1 എന്നുള്ള പോലെ നമുക്ക് എഴുതിക്കൂടെ? നമുക്ക് ഇത് ഈ കോൺഗ്രുവൻസി റൂൾ എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് ആണ് നമുക്കറിയാം. സോ 641 ഇസ് കോൺഗ്രുവൻറ്റ് ടു 641 മോഡ് 641 എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ 641 ഇസ് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് 641 എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം 641 641 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 0 ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് 641 ചേഞ്ച് ചെയ്താൽ നമുക്ക് 640 പ്ലസ് 1 ഇസ് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് 641 എന്ന് പറഞ്ഞൂടെ? ഇതിനെ ഒന്ന് 1-നെ നമുക്ക് ഇപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ നമുക്ക് എന്ത് പറയാം? 640 ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 മോഡ് 641 എന്ന് പറയാം. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ.
സോ 640 ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 mod 641 എന്ന് നമുക്ക് എഴുതാം. ഇനി 640നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യാണ്. 640നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 5 × 2⁻7 എന്നാണ് പ്രൈം ഫാക്ടറൈസ് ചെയ്ത് നോക്കുക കേട്ടോ. സോ 5 × 2⁻7 ഇസ് കോൺഗ്രുവൻറ്റ് ടു -1 mod 641 എന്ന് പറയാം. ഇനി ഈ ഒരു ടേമിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു A കോൺഗ്രുവൻറ്റ് ടു B mod m ആണെങ്കിൽ A⁻n കോൺഗ്രുവൻറ്റ് ടു B⁻n mod m എന്നുള്ളത് നമുക്ക് എഴുതാൻ പറ്റുന്നുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പവർ നമ്മൾ എടുക്കുകയാണ്. നമ്മൾ ഈ ഒരു കോൺഗ്രുവൻസിനെ കംപ്ലീറ്റ് ആയിട്ട് ⁻4 മൾട്ടിപ്ലൈ ആണ്. സോ നമുക്ക് എന്താ കിട്ടുക 5⁻4 × 2⁻28 കാരണം 5 × 2⁻7 ⁻4 എടുത്തതാണ് ഈസ് കോൺഗ്രുവൻറ്റ് ടു -1⁻4 എന്ന് വരും. -1⁻4 എന്ന് പറഞ്ഞാൽ 1 കിട്ടും. ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 641 എന്നുള്ള പോലെ നമുക്ക് കിട്ടും. ഇനി ഇതിൽ മോഡിലോ 641 നമ്മളിതിൽ ഓരോ വാല്യൂയും ചെക്ക് ചെയ്യാൻ പോവാണ്. 5⁻4ന് മോഡിലോ 641 നമുക്ക് എന്താ കിട്ടുക 5. നമുക്ക് ഈ ഒരു 2⁻5 എന്നുള്ള ടേം ഇതിലേക്ക് വരുത്താൻ ശ്രമിക്കുകയാണ് കേട്ടോ. 2⁻5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു നോ ദാറ്റ് ഇറ്റ്സ് 32. സോ 2⁻32 + 1 എന്നുള്ള ടേമിനെ നമ്മൾ വരുത്താൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോണത്. ഇപ്പോൾ ഇവിടെ 2⁻28 വന്നു, നമുക്കിനി 32 വരുത്തിയാൽ മതി. അപ്പോൾ ഈ 5⁻4 എന്ന് പറയുന്നത് കോൺഗ്രുവൻറ്റ് ടു സം 2⁻4നോട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ആക്ച്വലി 2⁻32 വരുത്താൻ പറ്റും. അപ്പോൾ ഈ 5⁻4നെ നമ്മളൊന്ന് റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് കേട്ടോ. 5⁻4ൻ്റെ വാല്യൂ യു നോ ദാറ്റ് ഇറ്റ്സ് 625 ആൻഡ് ദാറ്റ് ഇസ് കോൺഗ്രുവൻറ്റ് ടു -16 mod 641 എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ -16 പകരം നമുക്ക് -2⁻4 വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. കാരണം 2⁻4ൻ്റെ വാല്യൂ 16 ആണെന്ന് നമുക്കറിയാം. സോ 5⁻4 ഇസ് കോൺഗ്രുവൻറ്റ് ടു -2⁻4 mod 641 എന്ന് പറയാം. അപ്പോൾ ഈ 5⁻4ന് പകരം -2⁻4 വെച്ച് റീപ്ലേസ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ടോട്ടലി എന്ത് വരും 2⁻4 × 2⁻28 എന്ന് പറയുമ്പോൾ 2⁻32 വരും അല്ലേ. സോ -2⁻32 ഇസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 641 എന്നാണ് നമുക്ക് കിട്ടണേ അല്ലേ. അപ്പോൾ ഒരു മൈനസ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും 2⁻32 ഇസ് കോൺഗ്രുവൻറ്റ് ടു -1 mod 641 എന്നുള്ള പോലെ നമുക്ക് കിട്ടും. അതിൻ്റെ അർത്ഥം എന്താ 2⁻32 + 1 ഇസ് കോൺഗ്രുവൻറ്റ് ടു 0 mod 641 എന്നുള്ള പോലെ നമുക്ക് കിട്ടും. അതായത് 2⁻32 + 1 എന്ന് പറയുന്നത് നമ്മുടെ F5 ആയിരുന്നു. F5 ഇസ് കോൺഗ്രുവൻറ്റ് ടു 0 mod 641 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് 641 ഈ F5നെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ലേ. സോ വി ഗെറ്റ് ദാറ്റ് 641 ഡിവൈഡ്സ് F5. അപ്പോൾ ഈ ഒരു പ്രൂഫ് നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ കോൺഗ്രുവൻസി യൂസ് ചെയ്തിട്ടൊന്ന് ഒന്നുകൂടി എളുപ്പത്തിൽ അതിനെ ചെയ്തതാണ് കേട്ടോ. ഇനി അടുത്തത് AC കോൺഗ്രുവൻറ്റും ഇനി കുറച്ച് റിസൾട്ട്സ് ആണ് കേട്ടോ. ഈ കോൺഗ്രുവൻസിൻ്റെ കുറച്ചൊരു ചെറിയ റിസൾട്ട്സും കൂടി ഉണ്ട്, ചെറിയ റിസൾട്ട്സും കൂടി ഉണ്ട്. അതും കൂടി കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആവും. സോ അതെന്താണെന്നുള്ളത് നോക്കാം. ഇഫ് AC കോൺഗ്രുവൻറ്റ് ടു BC mod M ആൻഡ് GCD ഓഫ് C and M is equal to 1 then A കോൺഗ്രുവൻറ്റ് ടു B mod M. അപ്പം ഒരു പ്രോഡക്റ്റ് തന്നിട്ടുണ്ട്. AC കോൺഗ്രുവൻറ്റ് ടു BC mod M ആണെങ്കിൽ എപ്പോഴും A കോൺഗ്രുവൻറ്റ് ടു B mod M എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റില്ല. നമ്മൾ A കോൺഗ്രുവൻറ്റ് ടു B mod M ആണെങ്കിൽ തിരിച്ച് പറയാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് തിരിച്ച് ഈ ഒരു റീപ്ലേസ്മെൻറ്റ് എപ്പോഴും പോസിബിൾ അല്ല. അത് പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ സിൻ്റെയും എമ്മിൻ്റെയും GCD 1 ആയിരിക്കണം എന്നുള്ള കണ്ടീഷൻ ഇത് സാറ്റിസ്ഫൈ ചെയ്യണം. സോ അതിൻ്റെ പ്രൂഫാണ്. Suppose AC congruent to BC mod M where GCD of C and M is equal to 1. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം AC congruent to BC mod M ആണെങ്കിൽ we can say that M divides AC minus BC അല്ലേ. By the definition of congruency we can say that M divides AC minus BC. AC minus BC നമുക്ക് C common എടുത്താൽ M divides C into A minus B എന്നുള്ള പോലെ നമുക്ക് എഴുതാൻ പറ്റും. ആൻഡ് GCD of C and M is equal to 1 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇതുപോലത്തെ ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വാല്യൂ ഡിവൈഡ്സ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അതിൽ ഒരെണ്ണം GCD 1 ആണ് എന്നുള്ള പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും M divides A minus B എന്നുള്ള കണ്ടീഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യണം എന്ന്. ഇങ്ങനെ റിസൾട്ട് കൊറോളറി 3.4 നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. തേർഡ് സെക്ഷൻ GCD ഒക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു റിസൾട്ട് പ്രകാരം നമുക്ക് എന്ത് പറയാം M divides A minus B എന്നുള്ളത് പറയാൻ പറ്റും. അപ്പോൾ M divides A minus B എന്ന് പറഞ്ഞാൽ കോൺഗ്രുവൻസിൻ്റെ ഡെഫിനേഷൻ പ്രകാരം A congruent to B mod M എന്നുള്ളതും നമുക്ക് പറയാൻ പറ്റും. സോ അത്തരത്തിൽ അത് പ്രൂവ് ചെയ്യാം. ഇനി അത് ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു എക്സാമ്പിളാണ് തന്നിട്ടുള്ളത്. 78 is congruent to 48 mod 5 തന്നിട്ടുണ്ട്. 78നെ നമുക്ക് 6 into 13 എന്നും 48നെ 6 into 8 എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. സോ 6 into 13 is congruent to 6 into 8 mod 5 എന്ന് പറയാം. ആൻഡ് ഇവിടെ തൊട്ട് മേലത്തെ റിസൾട്ട് അപ്ലൈ ആണ്.
AC കോൺഗ്രുവൻറ്റ് BC മോഡ് M ആണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇതിൽ A എന്ന് പറയുന്നത് 13ഉം B എന്ന് പറയുന്നത് 8ഉം C എന്ന് പറയുന്നത് 6ഉം ഉള്ള പോലെയാണ് നമുക്കുള്ളത്. ആൻഡ് M 5 ആണ് ഈ ഒരു റിസൾട്ടിൽ കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെക്ക് ചെയ്താലാണ് A കോൺഗ്രുവൻറ്റ് B മോഡ് M നമുക്ക് പറയാൻ പറ്റുക? ഈ 6ൻ്റെയും അതായത് ഈ സിയുടെയും 5ൻ്റെയും 6ൻ്റെയും 5ൻ്റെയും GCD, സിൻ്റെയും എമ്മിൻ്റെയും GCD 1 ആണെങ്കിൽ മാത്രമേ ഈ ഒരു കണ്ടീഷൻ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. സോ നമ്മളിതിൽ കോമൺ വരുന്ന ഈ 6നെയും ഈ മോഡിലോ എന്ത് വാല്യൂ ആണ് എടുക്കുന്നത് അതിൻ്റെയും GCD ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ 6ൻ്റെയും 5ൻ്റെയും GCD വി നോ ദാറ്റ് ഇറ്റ്സ് 1. അതിൻ്റെ GCD 1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? A കോൺഗ്രുവൻറ്റ് B മോഡ് M എന്നുള്ളത് പോലെ നമുക്ക് പറയാൻ പറ്റും. ആ 6നെ നമുക്ക് ഡയറക്റ്റ് ക്യാൻസൽ ഔട്ട് ചെയ്യാൻ കഴിയും ഈ ഒരു കോൺഗ്രുവൻസിന്ന്. സോ അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ GCD 1 ആയതുകൊണ്ട് നമുക്ക് 6നെ ക്യാൻസൽ ഔട്ട് ചെയ്യാം. ബാക്കി വരുന്നത് 13 കോൺഗ്രുവൻറ്റ് ടു 8 മോഡ് 5 എന്നുള്ളത് പോലെ നമുക്ക് എഴുതാൻ പറ്റും. ഇനി തിയറം 4.7 if AC congruent to BC mode M and GCD of CM is equal to D. നമ്മൾ GCD of CM is equal to 1ൻ്റെ കേസാണ് തൊട്ട് മുന്നേ പഠിച്ചത്. ഇവിടെ GCD D ആണെന്നുണ്ടെങ്കിൽ A congruent to B mode M by D എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. ഈ മോഡിലോ വാല്യൂക്ക് ചേഞ്ച് വരുത്തിയാൽ മാത്രം മതിയാവും. A congruent to B mode M എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ M by D എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. സോ അതിൻ്റെ പ്രൂഫാണ്. സപ്പോസ് AC congruent to BC mode M where GCD of CM is equal to D. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റിസൾട്ടിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് M ഡിവൈഡ്സ് AC മൈനസ് BC. അങ്ങനെയാണെങ്കിൽ AC മൈനസ് BCനെ നമുക്ക് സം മൾട്ടിപ്പിൾ ഓഫ് M എന്നുള്ള പോലെ എഴുതാൻ പറ്റും അല്ലേ? സോ ഇസ് ഈക്വൽ ടു സം KM എന്നുള്ള പോലെ നമ്മൾ എഴുതി ഫോർ സം ഇൻഡിജർ K. അങ്ങനെയാണെങ്കിൽ ഇതിന് AC മൈനസ് BCനെ നമുക്ക് C ഇൻറ്റു B മൈനസ് A മൈനസ് B എന്ന് എഴുതാം. സോ C ഇൻറ്റു A മൈനസ് B ഇസ് കോൺഗ്രുവൻറ്റ് ടു KM എന്നുള്ള പോലെ നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു രണ്ട് സൈഡിലും D വെച്ച് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് കിട്ടുക C by D ഇൻറ്റു A മൈനസ് B ഇസ് ഈക്വൽ ടു K ഇൻറ്റു M by D എന്നുള്ള പോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഇതെന്തായാലും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. സിൻ്റെയും എമ്മിൻ്റെയും GCD D ആണെങ്കിൽ C by Dയുടെയും M by Dയുടെയും GCD 1 ആയിരിക്കും എന്നുള്ള റിസൾട്ട് നമ്മൾ തിയറം 3.4 പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് പ്രകാരം എന്തായാലും C by Dനെ M by D ഡിവൈഡ് ചെയ്യില്ല. പിന്നെ ആരെ ഡിവൈഡ് ചെയ്യുള്ളൂ? A മൈനസ് Bനെ ഡിവൈഡ് ചെയ്യണം. സോ M by D ഡിവൈഡ്സ് A മൈനസ് B എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ A കോൺഗ്രുവൻറ്റ് ടു B മോഡ് M by D എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും ബൈ ദ റൂൾ ഓഫ് കോൺഗ്രുവൻസി. സോ ആ ഒരു റിസൾട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിളാണിത്. You can verify that 8 into 37 is congruent to 8 into 7 mode 12. ഇങ്ങനെ ഒരു റിസൾട്ട് തന്നിട്ടുണ്ട്. ഇതിൽ 8 ആണ് കോമൺ ഫാക്ടർ വരുന്നത്. ഇനി 8ൻ്റെയും 12ൻ്റെയും GCD ചെക്ക് ചെയ്യുകയാണ്. അതിൻ്റെ GCD 4 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നത്തെ തിയറം പ്രകാരം നമുക്ക് A എന്ന് പറയുന്നത് ഇവിടെ 37 ആണ്, B പറയുന്നത് 7 ആണ്. A കോൺഗ്രുവൻറ്റ് ടു B മോഡ് M by D എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതായത് 12/4നോട് ഈ കോൺഗ്രുവൻസി എക്സിസ്റ്റ് ചെയ്യും. അതായത് 37 കോൺഗ്രുവൻറ്റ് ടു 7 മോഡ് 3 എന്നുള്ള പോലെ നമുക്ക് എഴുതാൻ പറ്റും. ഈ ഒരു കോൺഗ്രുവൻസി ട്രൂ ആണെന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റില്ല. കാരണം 37 മൈനസ് 7 എന്ന് പറഞ്ഞാൽ 30 കിട്ടുക. അതെന്തായാലും 0 മോഡ് 3നോട് കോൺഗ്രുവൻറ്റ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 3 എന്നുള്ളത് അറിയാൻ പറ്റുന്ന കാര്യമാണ്. സോ തൊട്ട് മുന്നത്തെ തിയറം ജസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ളൊരു റിസൾട്ടാണിത്. ഇനി തിയറം 4.8 A congruent to B mode M1, A congruent to B mode M2, etc. A congruent to B mode MK. ഇങ്ങനെ കുറച്ച് കോൺഗ്രുവൻസസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ A congruent to B mode LCM of M1, M2, etc. MK എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റുന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ അതിൻ്റെ പ്രൂഫാണ്. അപ്പോൾ ഫസ്റ്റത്തെ കണ്ടീഷൻ എന്തായിരുന്നു? A congruent to B mode M1 എന്നുള്ളത്, A congruent to B mode M2 ഇങ്ങനെ കുറച്ച് റിസൾട്ട്സ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഫസ്റ്റത്തെ കോൺഗ്രുവൻസ് പ്രകാരം നമുക്ക് എന്ത് പറയാം? M1 ഡിവൈഡ്സ് A മൈനസ് B എന്ന് പറയാം. സെക്കൻഡത്തെ കോൺഗ്രുവൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് M2 ഡിവൈഡ്സ് A മൈനസ് B എന്ന് പറയാം. അങ്ങനെ ഓരോന്നും ഡിവൈഡ്സ് A മൈനസ് B എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ LCM ഡിവൈഡ്സ് A മൈനസ് B എന്നുള്ള ഒരു പ്രോപ്പർട്ടി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു, കൊറോളറി 3.12. അപ്പോൾ അതിന് മുമ്പ് പഠിച്ച പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മളിവിടെ യൂസ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ LCM ഡിവൈഡ്സ് A മൈനസ് B എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ബൈ ഡെഫിനിഷൻ ഓഫ് കോൺഗ്രുവൻസി വി ക്യാൻ റൈറ്റ് ദാറ്റ് A കോൺഗ്രുവൻറ്റ് ടു B മോഡ് LCM ഓഫ് M1, M2, etc. MK എന്നുള്ള പോലെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു വെരിഫിക്കേഷൻ ആണ് ഈ ഒരു എക്സാമ്പിൾ തന്നിട്ടുള്ളത്. അതൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഇനി കൊറോളറി 4.5 if A congruent to B mode M1 and A congruent to B mode M2, etc. A congruent to B mode MK തന്നിട്ടുണ്ട്. ഇതിൽ മോഡുലസ് എല്ലാം, ഇതിൽ ഓരോ മോഡുലയും
പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈമാണ് തന്നിട്ടുണ്ട്. അതായത് M1 M2 എക്സെട്ര MKകളെല്ലാം പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈമാണ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ A കോൺഗ്രുവൻ ടു B മോഡ് M1 ഇൻറ്റു M2 ഇൻറ്റു എക്സെട്ര MK എന്നുള്ള പോലെ പറയാൻ പറ്റും. ഈ പ്രൊഡക്റ്റാണ് മോഡലായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളതെങ്കിൽ ഈ കോൺഗ്രുവൻസി എക്സിസ്റ്റ് ചെയ്യും എന്നുള്ള പോലെയാണ് ഈ ഒരു കൊറോളറി പറയുന്നത്. ഇതിൻ്റെ പ്രൂഫൊക്കെ നിങ്ങൾക്ക് ആക്ച്വലി സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ഈ തൊട്ട് മുന്നത്തെ റിസൾട്ട്, ഈ LCMൻ്റെ റിസൾട്ട് തന്നെ യൂസ് ചെയ്താൽ മതി. കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു LCM ഇൻറ്റു GCD ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് എന്നുള്ള പോലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു റിസൾട്ട്. സോ ഈ LCMന് ആക്ച്വലി നമുക്ക് പ്രോഡക്റ്റ് ഓഫ് ദീസ് നമ്പേഴ്സ് ഡിവൈഡ് ബൈ GCD എന്നുള്ള പോലെ നമുക്ക് റീപ്ലേസ് ചെയ്ത് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആ GCD എന്ന് പറയുന്നത് ഇവിടെ പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് GCD 1 ആണെന്നുള്ളത് അറിയാം. സോ ഈ LCMനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ പ്രോഡക്റ്റ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മോഡുലർ റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ LCMനെ നമുക്ക് പ്രോഡക്റ്റ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഈ ഒരു റിസൾട്ട് പറയുന്നത്. സോ ഇത്രയാണ് ഈ സെക്ഷനിൽ പഠിക്കാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു സോ മച്ച്.